പ്രസവശേഷം അമ്മയ്ക്ക് പരിചരണം ആവശ്യമാണ്. ഇപ്പോ കൊടുക്കുന്ന പരിചരണങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ളതാണോ? ഈ പരിചരണങ്ങൾ കാരണം ഭാവിയിൽ ഗുണം ഉണ്ടാവുമോ അതോ ദോഷമുണ്ടാവുമോ? ഈ വീഡിയോ ശരിക്കും ആണുങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ്, അതായത് അച്ഛന്മാർക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷെ നമുക്ക് അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് അത്രയും ലെങ്ത് ഇതിന് വരുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുൾ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്, സുമർ ഫിസിയോതെറാപ്പിയിൽ നിന്നും. ഈ വീഡിയോ ഇന്നത്തെ ഒരു അണുകുടുംബ കാലഘട്ടമാണ്. പലപ്പോഴും ഭർത്താവ് തന്നെയായിരിക്കും കൂടെ ഉണ്ടാവുക, അമ്മയുടെ കൂടെ, പ്രസവ സമയത്തും അതിനുശേഷമുള്ള പരിചരണങ്ങളും. അതുപോലെ പുറം രാജ്യത്തൊക്കെയാണ് പലരും ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർത്തും പുരുഷന്മാർക്ക് ഉപകാരപ്രദമാണ്, അച്ഛന്മാർക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലെങ്തി വീഡിയോ ആണ്. അത് 2 പാർട്ടായിട്ടാണ് ഞങ്ങൾ ഇറക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം 2 പാർട്ടും കാണുവാൻ ശ്രമിക്കുക. ഇനി പറയുന്നത് പ്രസവശേഷമുള്ള ലൈംഗിക ബന്ധമാണ്. ഏകദേശം 6 ആഴ്ച വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഉചിതം. പലപ്പോഴും തന്നെ ഡിസ്പാരിറ്റി വേദന ഉണ്ടായിരിക്കാം. അപ്പോ സ്ത്രീക്ക് ഈ സെക്സ് എൻജോയ് ചെയ്യണം എന്നില്ല. അപ്പൊ അതിനാൽ തന്നെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു വജൈനൽ ബർത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കേടുപാടുകൾ തീർത്തു വരുവാൻ തന്നെ 6 ആഴ്ചയോളം തന്നെ ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ പലപ്പോഴും ലൂബ്രിക്കേഷന്റെ കുറവുണ്ടായിരിക്കാം. അപ്പൊ ഈസ്ട്രജൻ അടങ്ങിയ എന്തെങ്കിലും ഒരു ലൂബ്രിക്കന്റ് ഹോർമോൺ അടങ്ങിയ ഒരു ക്രീം ഉപയോഗിക്കേണ്ടി വരും. ഇനി പൊസിഷൻസ് മാറി ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പെനിട്രേറ്റീവ് ഇന്റർകോഴ്സ് കുറച്ചുകൊണ്ട് അല്ലാത്ത രീതിയിൽ പോകുന്നതായിരിക്കും തുടക്കത്തിൽ ഉചിതം. ഈ സമയത്തൊക്കെ യൂട്രൈൻ കൺട്രാക്ഷൻസ് അത് നോർമലായി, അതായത് നമ്മുടെ ഗർഭപാത്രം ചുരുങ്ങി സാധാരണ നിലയിലേക്ക് വരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യോനി ഭാഗത്ത്, യോനിയുടെ ഉൾഭാഗത്ത് ഈ കുഞ്ഞ് ഇറങ്ങി വരുന്ന ആ സ്ഥലത്തുണ്ടായ മുറിവുകൾ, അതുപോലെ അത് വലിഞ്ഞിട്ട് കൃത്യമായ പൊസിഷനിലേക്ക് വീണ്ടും എത്താനുള്ള സമയം അമ്മയ്ക്ക് കിട്ടണം. ആ സെർവിക്കൽ ഭാഗമൊക്കെ വലിഞ്ഞിട്ടും വികസിച്ചിട്ടും ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും ഹീലാവണം. അതുപോലെ തന്നെ യോനി ഭാഗത്ത് എന്തെങ്കിലും ടയർ വന്നാൽ മുറിവുകൾ വരാം. അതുപോലെ തന്നെ എപ്പിസോട്ടമി സ്യൂച്ചർ ഉണ്ട്, ഇറങ്ങി വരുമ്പം ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അതൊന്ന് ഹീലാവണം. പിന്നെ ലോക്കിയ ബ്ലീഡിങ് ഉണ്ടായിരിക്കും, പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ്. ആ ബ്ലീഡിങ് നിൽക്കണം. പിന്നെ പെൽവിക് ഫ്ലോർ, അതായത് നമ്മുടെ പെൽവിസിനെ എല്ലാം താങ്ങി നിർത്തുന്ന ഈ ഫ്ലോറിലെ ഒരു മസിൽ ഗ്രൂപ്പുകളുണ്ട്. ഈ മസിൽസിന്റെ ശക്തി കുറവായിരിക്കും. അപ്പോ ഈ ശക്തി നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്ത് കിട്ടണം. നേരത്തെ പറഞ്ഞ പോലെ യോനി ഭാഗത്ത് ഡ്രൈനസ് ഉണ്ടായിരിക്കാം, ഇത് മാറിക്കിട്ടണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ധാരാളം മാനസികമായ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, ഇമോഷണൽ മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം, അമ്മയുടെ ഹോർമോണൽ വളരെ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ അമ്മ അനുഭവിക്കുന്നുണ്ട്. അത് ബോഡി മൈൻഡ് ചേഞ്ചസ് ധാരാളം. പിന്നെ ഫിസിക്കലി ടയേർഡ് ആയിരിക്കും, ശാരീരികമായ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് അമ്മയായി, ആ അമ്മ എന്ന് പറയുന്ന ബേബിയിലേക്കുള്ള ഒരു പ്രയോറിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അമ്മയ്ക്ക് ഈ സമയത്ത് ഉണ്ടായിരിക്കും. അത് കാരണം തന്നെ പലപ്പോഴും ഒരു ലോ ലിബിഡോ, സെക്സിലേക്ക് ചിലപ്പോൾ താല്പര്യമില്ലായ്മ ഉണ്ടാകും. അപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭർത്താവുമായി കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് തമ്മിൽ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷനും കെയർഫുൾ ആയിട്ടും സാന്ത്വനിപ്പിച്ചുകൊണ്ടുമാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊരു പ്രോബ്ലം അല്ലാതെ ഭാവിയിലേക്കും ഉതകുന്ന തരത്തിലേക്ക് ഇത് മാറുന്നതാണ്. ഇനി പറയുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ്, അതായത് ഇത് നമ്മുടെ മുൻഭാഗമാണ്. ഈ അടിഭാഗത്തുള്ള ഈ മസിൽസിന്റെ ശക്തിയെ പറ്റിയും അതോടൊപ്പം തന്നെ കീഗൽസ് എക്സസൈസ് ഉണ്ട്. ഏകദേശം ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുന്നതാണ് കീഗൽസ് എന്താണെന്നുള്ളത്. ആ എക്സസൈസിന്റെ അതിന്റെ കാര്യങ്ങളാണ്, എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചി, ഗർഭപാത്രത്തെ, നമ്മുടെ മലദ്വാരത്തെ, അതുപോലെ തന്നെ ആണുങ്ങളിൽ ലിംഗത്തെ, അതിനു ചുറ്റുമുള്ള മാംസപേശികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക്, അതിനകത്തുള്ള വിസറയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ സഹായിക്കുന്നു, സെക്സിന് സഹായിക്കുന്നു, സെക്സിന്റെ പ്ലഷറിന് ഇത് സഹായിക്കുന്നു, മലം പോവാൻ സഹായിക്കുന്നു. ഇതുപോലുള്ള പല കാര്യങ്ങളാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസിന്റെ ധർമ്മം.
ഈ മസിൽസ് പ്രോപ്പർ അല്ല, ശക്തിയില്ല, വീക്ക് ആണെങ്കിലോ എന്തൊക്കെ സംഭവിക്കാം? പെൽവിക് ഫ്ലോർ പെയിൻ, നല്ല വേദന ഉണ്ടാവും, പെൽവിക് പെയിൻ ഉണ്ടാവും, ലോ ബാക്ക് പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ സെക്സിന്റെ സമയത്ത് പെയിൻ ഉണ്ടായിരിക്കാം, ആണുങ്ങളിൽ ലൈംഗിക ബലഹീനത ഉണ്ടായിരിക്കാം, ബാക്ക് പെയിൻ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം പറയാം, പ്രസവത്തിന് മുമ്പേ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഇത് ഈ ഒരു പെൽവിക് കീഗൽസ് എക്സസൈസ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനു ശേഷം ഒരു പെൽവിക് ഫ്ലോർ മസിൽസിനെ ആക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ മസിൽസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു, പെട്ടെന്ന് മൂത്രം നിർത്തുക, പർപ്പസ്ഫുള്ളി നമ്മൾ മൂത്രം നിർത്തുവാനായി നമ്മൾ ചുരുക്കുന്ന ഈ മസിൽസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസ്. അതുപോലെ തന്നെ പിൻഭാഗത്ത് നിന്ന് ഗ്യാസ് പോവുക, ആ സമയത്ത് ഗ്യാസ് നിർത്തുവാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ അമർത്തി പിടിക്കുന്ന മസിൽസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസ്. ആ രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ നമ്മുടെ പെരിനിയൽ റീജിയനിൽ വെച്ചിട്ട് അവിടെ ചെറുതായിട്ട് അമർത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഭാഗം ടൈറ്റ് ആവുന്നത് ഫീൽ ചെയ്യണം. ഇങ്ങനെയാണ് ഇത് നമുക്ക് ഈ മസിൽസിനെ ആദ്യം കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഐസൊലേറ്റ് ചെയ്യുകയും വേണം. കാര്യം പലപ്പോഴും പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസ് കൊടുക്കുമ്പോൾ നമ്മുടെ പൃഷ്ഠഭാഗത്തെ ബാക്ക് ഭാഗത്തെ മസിൽസിനെ ആയിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്യുക, നമ്മുടെ ചന്തിയിലെ മസിൽസ്. അതല്ല ചെയ്യേണ്ടത്, ഉള്ളിലുള്ള പെൽവിക് ഫ്ലോർ മസിൽസിനെ വേണം അത് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോ പലപ്പോഴും മൂത്രം ധാരാളമായി പോവുക, ചുമയ്ക്കുമ്പോൾ മൂത്രം പോവുക, മലം പോവുക, തുമ്മുമ്പോൾ മലം പോവുക, ഇതുപോലുള്ള പല അവസ്ഥകൾ ഭൂരിഭാഗം സ്ത്രീകളിലും അമ്മമാരിലും കാണുന്നുണ്ട്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് കീഗൽസ് എക്സസൈസ് ആദ്യമേ ചെയ്താൽ ഇതിന് പരിഹാരമാണ്. അപ്പോ ഇനി ഒരു കാര്യം പറയട്ടെ, കത്തീറ്റർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, കത്തീറ്റർ ഇട്ടിട്ടുണ്ട് മൂത്രം പോകാനാണെങ്കിൽ ഇത് ചെയ്യരുത്. അപ്പൊ ഇത് ചെയ്യുന്ന രീതി, ഒന്ന് ആദ്യം ലോങ് സ്ക്യൂസ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ ക്വാഡ്രിപ്പേഡ് പൊസിഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു ക്വാഡ്രിപ്പേഡ് പൊസിഷൻ, ഈ പൊസിഷനിൽ നിൽക്കാം. ഈ പൊസിഷനിൽ നിന്നാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ മസിൽസ് കിട്ടും. ഈ രീതിയിൽ നിന്നതിന് ശേഷം ആ ഭാഗം മൂത്രം നിർത്തുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എത്ര സമയം പിടിക്കണം? 5 സെക്കൻഡ് നേരം പിടിക്കുക. അതിനുശേഷം 5 സെക്കൻഡ് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഒരു 5 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഈ റെസ്റ്റ് ഇവിടെ നിർബന്ധമാണ്, അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഷോർട്ട് സ്ക്യൂസസ്, അത് പിടിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിലെ പിൻഭാഗത്തെ ദ്വാരത്തിന്റെ ടൈറ്റ് ആക്കുക. ഗ്യാസ് പോകുന്നു, അതിനെ നമ്മൾ വിടുന്നില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യുക. 5 സെക്കൻഡ് നേരം പയ്യെ 5 സെക്കൻഡ് റിലീസ് ചെയ്യുക. പിന്നെയും 5 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. അപ്പൊ ചുറ്റുപാടുള്ള മറ്റു മസിൽസ് ഇത് ആക്ട് ചെയ്യാൻ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയവായി അത് നിർത്തിക്കിട്ട് അതിനെ ചുരുക്കിയിട്ട് ചെയ്യരുത്. അത് സ്പിഞ്ചർ മസിൽസിനൊക്കെ ടയർഡ് ആവും, അത് പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇനിയുള്ള മറ്റൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ സ്ക്യൂസ് ചെയ്തതിനു ശേഷം ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യുക. മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ഈ ഭാഗം ഒന്ന് മുകളിലോട്ട് പൊന്തിക്കുന്ന പോലെ പൊന്തിക്കുക. പക്ഷെ പൊന്തില്ല, നമ്മുടെ മസിൽസ് മാത്രമേ പൊന്തുള്ളൂ. അങ്ങനെ അതാണ് സ്ക്യൂസ് ചെയ്തതിനു ശേഷം ലിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു ടെക്നിക്ക്. ഇനി ഷോർട്ട് സ്ക്യൂസസ് ഉണ്ട്. ഷോർട്ട് എന്ന് വെച്ചാൽ പിടിക്കുക വിടുക, പിടിക്കുക വിടുക, പിടിക്കുക വിടുക, ഒന്ന് ടൈറ്റ് ആക്കി വിട്ടു, ടൈറ്റ് ആക്കി വിട്ടു, ടൈറ്റ് ആക്കി വിട്ടു. പക്ഷെ ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി, കുറച്ചുകൂടി ഇതിൽ പ്രൊഫഷണൽ ആയതിനു ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി പറയുന്നതിന് ഇടയ്ക്കൂടി എന്ന് പറഞ്ഞിട്ട് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ബലഹീനതയുള്ള ആണുങ്ങൾക്കും ഇത് കീഗൽസ് ഇതേ രീതിയിൽ ചെയ്യും. അപ്പൊ അവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എലിവേറ്റർ സ്ക്യൂസ് എന്ന് പറയും. ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി കൊണ്ടുവരിക. അതേപോലെ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊണ്ടുവരിക. ഒരു സ്റ്റെപ്പിൽ നമ്മൾ കയറുന്ന പോലെ ആ മസിൽസ് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരികയും അതുപോലെ അത് ലൂസാക്കി കൊണ്ടുവരികയും ചെയ്യുക. 70% റിസൾട്ട് ആണ് ഇത് പറയുന്നത്. ഇനി നിങ്ങൾ ഈ കീഗൽസ് എക്സസൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ടോയ്ലറ്റ് പോയിരിക്കണം, അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ആന്റീരിയർ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മൂത്രം പിടിച്ചു നിർത്തിക്കൊണ്ട് ഉള്ള രീതിയിൽ. പോസ്റ്റീരിയർ പെൽവിക് ഫ്ലോർ മസിൽസ് ആണെങ്കിൽ മലദ്വാരത്തിന്റെ അവിടെ ചുരുക്കിക്കൊണ്ട് മലം പിടിച്ചു നിർത്തുന്ന രീതിയിൽ ചുരുക്കിക്കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രസവശേഷം നിങ്ങൾ
ചുമക്കുകയോ അമ്മമാര് ചുമക്കുകയോ തുമ്മയോ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ആ ഭാഗം സപ്പോർട്ട് ചെയ്ത് അതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട, പെൽവിക് മസിൽസും പെൽവിക് ഫ്ലോറും ഉള്ളിലേക്ക് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുക. ഇനി പറയേണ്ട മറ്റൊരു കാര്യം, ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് പെട്ടെന്ന് ഫെറ്റീഗ് ആണ്, ഏറ്റവും വേഗം തളർച്ച വരുന്ന ഒരു മസിലാണത്. അപ്പൊ അതുകൊണ്ട് ഇത് ഓവറായിട്ട് നിങ്ങൾ ചെയ്യരുത്, ഓവറായിട്ട് ഈ എക്സസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹിപ്പിന്റെ ഹൈറ്റ് കുറച്ച് നമ്മുടെ മുട്ടിനേക്കാളും ഉയർന്ന് കൊടുക്കുക. ഒരു ബ്രിഡ്ജിങ് പൊസിഷനില് ഹിപ്പിന്റെ ഹൈറ്റ് ഒന്ന് മുകളിലേക്ക് പൊസിഷൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് റിവേഴ്സ് കീഗൽസ്. ഇത് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂരിഭാഗം ആൾക്കാർക്കും കീഗൽസ് അറിയാം. അപ്പൊ റിവേഴ്സ് കീഗൽസ് എന്താണെന്നുള്ളതാണ്. അതിനുവേണ്ടി ഓർത്തിരിക്കേണ്ടത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് പെട്ടെന്ന് ടയർഡാണ്, ഓവറായിട്ട്. അതായത് നമ്മളെ ഹൈപ്പർ ടോണിസിറ്റി ഓഫ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും. അപ്പോ ഇങ്ങനെ ഒരു ടോൺ വന്നാൽ കൂടുതലായിട്ട് ഈ മസിൽ ആക്ടിവേറ്റ് ചെയ്ത്, കാര്യം ഇപ്പൊ നമ്മളൊരു ഡംബൽസ് എടുത്ത് വെച്ചിട്ട് ഒരുപാട് എക്സസൈസ് കയ്യിൽ ചെയ്താൽ പിന്നെ കൈക്ക് ക്ഷീണമായി കൈന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അത്തരത്തില് വരുന്ന അവസ്ഥയിൽ നമുക്കിത് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ റിവേഴ്സ് കീഗൽസും നമ്മൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് വരിക എന്ന് നോക്കാം. അപ്പൊ ഇനി ഈ ഹൈപ്പർടോണിസിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പെൽവിക് പെയിൻ ഉണ്ടായിരിക്കും. ഈ പെൽവിക് പെയിൻ പലപ്പോഴും നമുക്കൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന പെയിൻ പോലെ ആയിരിക്കും ഈ പെയിൻ വരിക. ആണുങ്ങളിലാണെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റിന്റെ വേദന, പ്രോസ്റ്റേറ്റൈറ്റിസ് വരുമ്പം ഉള്ള ഒരു പെയിൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ. പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നുക, അർജൻസി വരിക, പെട്ടെന്ന് പോകണമെന്ന് തോന്നുക, പിന്നെ പലപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് ഇൻക്രീസ്ഡ് സെക്സ്വൽ സ്റ്റിമുലേഷൻ വരിക. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതൽ കീഗൽസ് എക്സസൈസിൻ്റെ ഒരു എഫക്റ്റും ആയിട്ട് വരാം. അതുപോലെ തന്നെ ശീഘ്രസ്ഖലനവും ഉണ്ടാവാം. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നമുക്ക് റിവേഴ്സ് കീഗൽസ് എന്ന് പറയും. റിവേഴ്സ് കീഗൽസിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ നമ്മൾ മുട്ട് ഇങ്ങനെ വെച്ചിട്ട് മുട്ടുള്ളിലോട്ടാക്കിക്കൊണ്ട് കിടക്കുക. ഇങ്ങനെ മുട്ടുള്ളിലോട്ടാക്കിക്കൊണ്ട് ഈ രീതിയിൽ കൈകുത്തി കിടക്കുക. ഈ രീതിയിൽ കിടന്നതിന് ശേഷം നമ്മൾ ആ ഭാഗം മുഴുവനും അയച്ചു വിടുക. അപ്പോൾ ഇത് അയച്ചു വിടാൻ നിങ്ങൾക്ക് പ്രയാസമാണ്, ആ മസിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. അതിനൊരു എളുപ്പ വഴി, ഇപ്പോൾ ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ഓപ്പൺ ആക്കുമോ ആ രീതിയിൽ റിലീസാക്കുക. അതുപോലെ തന്നെ മൂത്രമൊഴിക്കുവാൻ വേണ്ടി നമ്മൾ റിലീസാക്കി വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ കുറച്ച് സമയം കിടക്കുക. ഇതാണ് റിവേഴ്സ് കീഗൽസ്. ഈ സമയത്തേക്ക് അവിടത്തേക്ക് അത് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇതും ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ വന്നാൽ റിവേഴ്സ് കീഗൽസും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക വീഡിയോ തന്നെ ഇതിനാക്കി ഇറക്കുന്നുണ്ട്, എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് മറ്റു കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രസവശേഷമുള്ള ആഹാരം, അപ്പോൾ ഇതിനകത്ത് ധാരാളം മിത്തുകൾ തന്നെയുണ്ട്. പ്രസവശേഷം എന്താഹാരം കൊടുക്കുന്നത്, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ പലപ്പോഴും നെയ്യ് കുപ്പിയുടെ എണ്ണമാണ് നോക്കുന്നത്. അപ്പോൾ അധികം നെയ്യ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പണ്ടത്തെ കാലമല്ല ഇത്, ഇന്ന് ആവശ്യത്തിന് ആഹാരം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതലും പ്രോട്ടീൻ, മാംസം കഴിക്കാം. അതുപോലെ തന്നെ ആടിൻ്റെ ഊര മീൻസ് ആടിൻ്റെ നടുഭാഗം അല്ലെങ്കിൽ കഴുത്ത്, അത്തരം സാധനങ്ങൾ വേണം സൂപ്പ് വെച്ച് കുടിക്കുവാനായിട്ട്. ഈ സ്ത്രീക്ക് തന്നെ അറിയാം, അമ്മയ്ക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഗ്യാസ് ഫോം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ചൂടുവെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക. പണ്ട് കാലത്ത് വെള്ളം പ്രസവിച്ച ശേഷം അമ്മമാർക്ക് കൊടുക്കാറില്ലായിരുന്നു. വെള്ളം കൂടുതൽ കുടിക്കാൻ പാടില്ല, വയറ് ചാടും, പാല് കുറയും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് വളരെ തെറ്റാണ്. ധാരാളം വെള്ളം കുടിക്കുവാനായിട്ട് കൊടുക്കണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം, പൂർണ്ണമായി കുറയ്ക്കണമെന്നില്ല. പിന്നെ എക്സസീവ് വെയിറ്റ് ഗെയിൻ, ആഹാരം കൂടിയിട്ട് കൂടുതലായിട്ടുള്ള ഭാരം കൂടുന്നത് നോക്കുക. പലപ്പോഴും ഇതിന് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ആയുർവേദ മരുന്നുകൾ പലപ്പോഴും പലരും വളരെ ഗുണപ്രദമായിട്ടും പരിഹാരമായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ നാട്ടറിവുകൾ ധാരാളമുണ്ട് ആഹാര കാര്യത്തിലും മറ്റതും, അത് ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നു, ചൂടുവെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഗ്യാസ് ഫോം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക.
പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരാത്ത രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ കക്കൂസിലിരുന്ന് മുക്കിയിട്ട് പെൽവിക് ഫ്ലോർ ഡാമേജ് വരാൻ പാടില്ല. അപ്പം മലബന്ധം വരുത്തുന്ന ആഹാരം കഴിക്കാതിരിക്കുക. അതിന് ഫൈബർ റിച്ച് ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. പിന്നെ ഇനി പറയുവാനുള്ളത് സ്ട്രെച്ച് മാർക്കുകളാണ്. ഈ ഗർഭിണികൾ അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്കുകൾ ധാരാളം വരുമല്ലോ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെച്ച് മാർക്ക് വന്നതിന് ശേഷമല്ല ഇതിന് ചികിത്സിക്കേണ്ടത്. സ്ട്രെച്ച് വരുന്നതിന് മുമ്പേ തന്നെ ഒരു 6-ാം മാസം 7-ാം മാസം മുതൽ തന്നെ വയറിൽ ചെറുതായിട്ട് പറ്റുമെങ്കിൽ EVION പറഞ്ഞ് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ കിട്ടും. ആ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ചെറിയ ക്രീമോ വല്ലതും അതും കൂടി ചേർത്തിട്ട് വയറിൽ ചെറുതായിട്ട് ആ സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രഷറിലല്ല, സ്കിന്നിൽ മാത്രം, സ്കിൻ ഡീപ്പായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സ്ട്രെച്ച് മാർക്സുകൾ വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. സ്ട്രെച്ച് മാർക്ക് വന്നതിന് ശേഷം വലിയ കാര്യമൊന്നും. അങ്ങനെ ഒരു ആൻറ്റീരിയർ പെൽവിക് ടിൽറ്റ് വരാം. നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ റിജിഡാവും. നമ്മുടെ ഈ സ്പൈനൽ ജോയിൻസ് ഒക്കെ തന്നെ കുറച്ച് കട്ടി കൂടിയിട്ട് പൂർണ്ണമായ വഴക്കം കിട്ടാത്തൊരു അവസ്ഥയുണ്ടാവും. പിന്നെ ബട്ടക്സ് നല്ലോണം ടൈറ്റ് ആയിട്ടൊരു ബട്ടക് ഗ്രിപ്പിംഗ് വരും. ഈ ഗ്രിപ്പിംഗ് കാരണം തന്നെ നമുക്കൊരു ബാക്ക് പെയിൻ വരും. അതുപോലെ തന്നെ അബ്ഡമൻ്റെ സൈസ് വർദ്ധിക്കും. പിന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് മുട്ട്, നമ്മുടെ 2 കാൽമുട്ടും പിറകിലോട്ട് തള്ളിയിരിക്കും. നീ ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറയും. പിന്നെയുള്ളൊരു കാര്യം ഷോൾഡർ പ്രൊട്രാക്ഷൻ, ഇങ്ങനെ മുന്നോട്ട് കുനിയും. ഈ ഷോൾഡർ മുന്നോട്ട് കുനിയുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കഴുത്തും മുന്നോട്ട് കുനിയും. ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു പ്രായം, ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സുള്ള ആളായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പോകും, ഇല്ലേ? അപ്പോൾ അതേപോലെ ഈ ഒരു പൊസിഷൻ, മുന്നോട്ട് പോകുന്ന ഈ ഒരു പൊസിഷനിലേക്ക് വരും. അതുപോലെ തന്നെ കഴുത്തും മുന്നോട്ട് പോകും. പിന്നെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഡയാസ്റ്റേസിസ് റെക്ടൈ, ഈ നടുക്ക്, നമ്മുടെ വയറിൻ്റെ നടുക്ക് ഒരു ബുദ്ധിമുട്ട് വരികയും ഇത് വികസനം വരികയും ചെയ്യും. അതായത് 2 ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോൾ ഇതിനെ നമ്മൾ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരവും ഈ പ്രസവശേഷമാണ്. കാരണം റിലാക്സൽ ഹോർമോണിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം ജോയിൻസ് ഇപ്പോൾ ചിലത് ലൂസായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളും ഇതിനു വേണ്ടി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും ശരീരത്തിന് നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പം ഉദാഹരണമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനം, നിങ്ങൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീണ്ടു നിവർന്ന് നല്ലോണം ആരെങ്കിലും നമ്മളെ പിടിച്ച് പൊക്കുന്നു, നമ്മുടെ തല വലിച്ചു പൊക്കുന്നു എന്ന പോലെ നീണ്ടു നിവർന്ന് ഉപ്പൂറ്റി തറയിലൂന്നി നല്ലവണ്ണം ഉറപ്പിച്ച് നെഞ്ച് പുറത്തേക്ക് തള്ളി ഈ പെൽവിക് ഇങ്ങനെ ഒരു ടിൽറ്റ് ഉണ്ടല്ലോ അതില്ലാതെ നിവർന്ന് നല്ലോണം സ്റ്റെപ്പ് വെച്ച് നടക്കുവാൻ ശ്രദ്ധിക്കുക. അതിനുള്ള കാരണം ഇത്രയും വർഷകാലത്ത് ജീവിതത്തിനിടയ്ക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഈ പോസ്റ്റർ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. അപ്പോൾ ഈക്വൽ വെയിറ്റ് ബിയറിംഗ് 2 കാലിലും കൊടുത്ത് നല്ല രീതിയിൽ നടക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ക്രോസ് ലെഗായിട്ടിരിക്കുമല്ലോ. നമ്മുടെ ഒരു കാലിൻ്റെ പുറത്തൂടി മറ്റേ കാല് കയറ്റി വെച്ച് ഇരിക്കുന്നത്, ഇങ്ങനെ കാല് കയറ്റി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ക്രോസ് ലെഗായിട്ട് ഇരിക്കരുത്. അത് നിങ്ങളുടെ സാക്രോലിയാക് ജോയിൻറ്റിനെ വലുതാക്കുകയും വയറ് കൂട്ടുകയും അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല, സമയപരിമിതി. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു സ്റ്റൂളിലോ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിന് നമ്മുടെ ഈ വളവ് വരുന്ന, അതായത് നട്ടലിൻ്റെ ഇവിടെ ഇങ്ങോട്ടൊരു കുഴിവാണല്ലോ, ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പില്ലോ കൊടുക്കണം. അതായത് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ നടുവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പില്ലോ കൊടുക്കണം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ പുറകിലായിട്ട് ഇവിടെയും ഒരു ചെറിയ പില്ലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് നമ്മുടെ ശരീരം വരും. തലയും നിവർന്നിരിക്കാൻ സാധിക്കും. ഇവിടെയും ഒരു പില്ലോ ഇങ്ങനെ കൊടുത്താൽ. ഇതെപ്പോഴാണ് നമ്മൾ ഇരിക്കുന്നത്? കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയറായിരിക്കണം ഉപയോഗിക്കേണ്ടത്, ആം സപ്പോർട്ടുള്ളത്. ഇനി പാല് കൊടുക്കുമ്പോൾ നമ്മുടെ മാറിലേക്ക് കുഞ്ഞിനെ അടുപ്പിക്കുക, അല്ലാതെ നമ്മൾ കുഞ്ഞിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി പറയുന്നത് ഉറക്കത്തിനെ പറ്റിയാണ്. അതായത് റെസ്റ്റ് നിർബന്ധമാണ്. ആരുടെയെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുക. പ്രസവശേഷം അമ്മമാരോട് പറയുവാനുള്ളത് അതാണ്. കുഞ്ഞിനെ മറ്റൊരാളെങ്കിലും കുറച്ച് സമയം നോക്കുമെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എല്ലാം. നിങ്ങൾക്ക് ഉറക്കം വരുന്നതാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുക തന്നെ വേണം. അക്കാര്യത്തിൽ ശല്യപ്പെടുത്തരുത്. നിർബന്ധമായ നമ്മുടെ ഉറക്കം കിട്ടണം. അമ്മയ്ക്ക് സ്ട്രെസ് വന്നാൽ നിർബന്ധമായും അവിടെ കോർട്ടിസോൾ ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. അത് പാലിലൂടെ കുട്ടിയെ ബാധിക്കും, അമ്മയെ ബാധിക്കും.
ഇപ്പം നിങ്ങളുടെ ഈ ഇത്രയും നാളത്തെ 9-10 മാസക്കാലത്തെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശരീരത്തിന് വന്ന കാര്യങ്ങളൊക്കെ റിക്കവറി ചെയ്യുന്ന പീരീഡ് ഈ ടൈമാണ്. ആ സമയത്ത് നമ്മുടെ റെസ്റ്റും റിലാക്സേഷനും ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമായ റിക്കവറിയിലേക്ക് കൊടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഉറക്കക്കുറവ് വന്നാലോ ഇഞ്ചുറി കൂട്ടും. ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കാരിലേക്ക് നിർബന്ധമായി അവർ നമ്മളെ ഉറക്കിപ്പിക്കും. കാരണം അല്ലെങ്കിൽ ഇഞ്ചുറി, അങ്ങനെ ഉറക്കമില്ലാതെ പോയി കളിക്കുന്നവർക്ക് അന്ന് ഇഞ്ചുറി ഉറപ്പാണ്. നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോഡി റിപ്പയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയമാണിത്. അതുകൊണ്ട് റെസ്റ്റ് നിർബന്ധം. ഇക്കാര്യവും ശ്രദ്ധിക്കുക. മസാജും കുളിയൊക്കെ കഴിഞ്ഞാൽ സുഖസുന്ദരമായി അവർ ഉറങ്ങട്ടെ, ശല്യപ്പെടുത്താതിരിക്കുക. പിന്നെ ഉള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ കുറച്ച് റെസ്റ്റിൻ്റെ പൊസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ, ഇതിൽ കാണിച്ച പോലെ നിങ്ങൾ കിടന്നിട്ട് കാലുകൾ ഉയർത്തി വെക്കാം. നല്ല പൊക്കമുള്ള സ്റ്റൂളിൻ്റെ പുറത്ത് ഇങ്ങനെ കാലുകൾ ഉയർത്തി വെച്ചുകൊണ്ട് കിടക്കാം. അതുപോലെ തന്നെ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നല്ലോണം ഹൈറ്റുള്ള പില്ലോ ഇവിടെ ഉപയോഗിക്കാം. തല ഇങ്ങനെ താഴ്ന്നു പോകരുത്, ഇങ്ങനെ വളഞ്ഞു വരാത്ത തരത്തിലുള്ള പില്ലോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനിടയിൽ 2 കാലിൻ്റെയും ഇടയിൽ ഇത് ഇങ്ങനെ താഴ്ന്നു പോകാത്ത രീതിയിൽ 2 കാലിൻ്റെയും ഇടയിൽ ആ കറക്റ്റ് അളവിനുള്ള പില്ലോ ഉപയോഗിക്കാം. ഈ ഭാഗം അരക്കെട്ടിൻ്റെ ഭാഗം വളരെ വലുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഈ ഒരു കുഴിവ് വരുമല്ലോ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ, ഇവിടെയും ഒരു ചെറിയ പില്ലോ ഉപയോഗിക്കാം. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങും. സുഹൃത്തുക്കളെ, ഇനി പറയുന്നത് നമ്മുടെ വയറ് കെട്ടുന്ന കാര്യമാണ്. അപ്പൊ അതിലും കുറെയൊക്കെ വിദ്യാധാരണ വളരെ അധികം വലിച്ചു മുറുക്കി കെട്ടി തകർക്കുന്ന ഒരു ഏർപ്പാടുമുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. പറ്റുകയാണെങ്കിൽ ഒരു എലാസ്റ്റിക് ടൈപ്പ് സാധനമാണ് നല്ലത്. കാരണം വലിഞ്ഞു മുറുക്കി കെട്ടിയാൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ജോയിന്റ് ലൂസാണ്, ഈ ജോയിന്റും ലൂസാണ്, ഈ ജോയിന്റും ഇതൊക്കെ ലൂസാണ്. ഈ ജോയിന്റ് ഒക്കെ നാച്ചുറലായിട്ട് പഴയ പൊസിഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളതിനെ വലിച്ചു മുറുക്കി കെട്ടി അവിടെ വെച്ചാൽ നാച്ചുറലായിട്ട് പഴയ പൊസിഷനിലേക്ക് പോകുന്നില്ല. നമ്മുടെ കെട്ടിന്റെ പ്രഷർ എങ്ങോട്ടാണോ അങ്ങോട്ടൊരു അലൈൻമെന്റിന് വ്യത്യാസം വരും. ഇപ്പൊ പ്രഷർ ഇങ്ങോട്ടാണോ കൂടിയിരിക്കണമെങ്കിൽ ഇതിങ്ങനെ സാക്രോയിഡ് ജോയിന്റ് ഓപ്പൺ ആയി പോകും. ശരിക്കും ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് ജോയിന്റ് ചേർന്നിരിക്കും. അതാണ് എപ്പോഴും നല്ലത്. ഇനി അതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പോ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ ബർത്ത് പൊസിഷൻ, ക്ലോസ്ഡ് ബർത്ത് പൊസിഷനിലേക്ക് വരുവാൻ നമ്മുടെ ഈ കെട്ട് സഹായിക്കും. അതുപോലെ തന്നെ യൂട്രൈൻ ഇൻവല്യൂഷൻ, ഗർഭപാത്രം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങി മാറുവാനും നമ്മുടെ ഈ കെട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ അബ്ഡോമിനൽ വയറിന്റെ മസിൽസ് ചുരുങ്ങുവാനും ബലം കിട്ടുവാനും തള്ളാതിരിക്കുവാനും ഉള്ള ഒരു സഹായവും, അതുപോലെ ഒരു പ്രോപ്രിയോസെപ്ഷൻ ഉണ്ടാവും അവിടെ ഒരു നമ്മുടെ ഒരു ടച്ചിന്റെ അങ്ങനെ ഒരു സഹായവും ഈ കെട്ട് കാരണം നമുക്ക് കിട്ടും. പിന്നെ ഡയാസ്റ്റേസിസ് റെക്ടൈ എന്ന് പറയുന്ന വയറിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്ന അവസ്ഥ, അതിനെയും നമ്മൾ തീർത്ത് വീണ്ടും ഈ മസിൽസ് ഒക്കെ വലിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പൊ ആ മസിൽസിനെയൊക്കെ അടുപ്പിച്ചു കൊണ്ടുവരുവാനും ഈ കെട്ട് നമ്മളെ സഹായിക്കും. നടുവേദന പ്രിവെന്റ് ചെയ്യുവാൻ ഈ കെട്ട് കാരണം ബാക്കിൽ നമുക്ക് ഈ കെട്ട് വരുന്നുണ്ട്, ബാക്കിന് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേക്രോ ഇലിയാക് ജോയിന്റിന് സപ്പോർട്ട് വരുന്നു. നമ്മുടെ സേക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിൽ വരുന്ന ജോയിന്റ് ആണ്, കൃത്യം നടുക്കല്ല. അപ്പൊ ഈ മിക്കവാറുള്ളവർക്കും നടുവേദന അവിടെ ആയിരിക്കും. ഈ ജോയിന്റിനൊരു സപ്പോർട്ട് കിട്ടുവാനും ഈ കെട്ട് സഹായിക്കും. ഇനി എങ്ങനെയാണ് ഈ കെട്ട് വരേണ്ടത്? ഒരു മൈൽഡ് ആയിട്ട് ഒരു കംപ്രഷൻ മാത്രമേ വരാവുള്ളൂ. ടൈറ്റ് ആക്കരുത്. വീണ്ടും അപ്പൊ വയറ് ഒരു അതായത് വയറ് തള്ളിയിരിക്കുകയാണ്. ഈ തള്ളിയിരിക്കുന്ന വയറിലേക്ക് നമ്മൾ വലിഞ്ഞു മുറുകി കെട്ടിയാൽ, നല്ലോണം ടൈറ്റ് ആക്കിയാണ് ഇവിടെ കെട്ടുന്നതെന്ന് വെക്കുക. അങ്ങനെ കെട്ടിയാൽ എന്ത് സംഭവിക്കും? ഈ രീതിയിൽ ഇവിടെ പ്രഷർ കൂടിയാൽ താഴേക്ക് പെൽവിക് ഓർഗൻസിനെ താഴേക്ക് തള്ളും. അത് വലിയ അപകടമാണ്. വജൈനൽ പ്രൊലാപ്സ്, പെൽവിക് മസിൽ പ്രൊലാപ്സ്, അങ്ങനെ പലതും വരും. പെർമനന്റ് ആയിട്ടുള്ള നടുവേദനയ്ക്ക് ഇത് കാരണമാകും. അപ്പോൾ ഈ ഒരു കെട്ട് ടൈറ്റ് ആവാതെ ശ്രദ്ധിക്കണം. കെട്ടുമ്പോൾ താഴെ നിന്ന് മേളിലേക്ക് പ്രഷർ വരണം. ഈ രീതിയിൽ മേളിലേക്കൊരു പ്രഷർ ഇങ്ങനെ വരത്തക്ക രീതിയിൽ മേളിലോട്ട് വയറിനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ മാത്രമേ കെട്ടാവുള്ളൂ. പണ്ട് കാലത്തൊക്കെ കണ്ടുന്നത് ഒരു തുണിയെടുത്ത് വലിച്ചു മുറുക്കി അങ്ങ് കെട്ടിവെക്കുക, ശേഷം കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഈ തുണി ചുരുങ്ങി ഇവിടെ അങ്ങ് കിടക്കും. അവസാനം താഴെ ഒരു വയറ്, മുകളിലെ മറ്റൊരു വയറ്, ഇത് വരും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെ ബാധിക്കും, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ ഇനി ഇതിന്റെ സൈസ് എത്ര വേണം എന്നുള്ളതാണ്. ഏകദേശം ഒരു 8-9 ഇഞ്ച് തുടക്കത്തിൽ നമുക്ക് കൊടുക്കാം. 8-9 ഇഞ്ച്. താഴെന്ന്
നമ്മുടെ സേക്രോലിയാക് ജോയിന്റ് തുടങ്ങുന്ന ആ ഭാഗം മുതൽ കെട്ടി തുടങ്ങണം. ഇവിടെ അടിയിൽ നിന്ന് മേളിലേക്ക് ഇവിടെ മുതലെങ്കിലും കെട്ടി, അതായത് ഫ്രണ്ടിൽ വരുമ്പോൾ അടിവയറിന്റെ ഈ ഭാഗത്ത് വരും. ഇങ്ങനെ ഈ രീതിയിൽ മുകളിലേക്ക് ഒരു സപ്പോർട്ട് തുടക്കത്തിൽ വരട്ടെ. പ്രഷർ ഇവിടെ കൂടി മേളിലേക്ക് ഇങ്ങനെ വന്നു. ബാക്കിൽ നല്ലവണ്ണം ഇത് ചേർന്നിരിക്കുന്ന തരത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ് ഇത് കെട്ടേണ്ടത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുതിലേക്ക് മാറാം. ചെറുത് കറക്റ്റായിട്ട് ഈ ജോയിന്റ് സേക്രോലിയാക് ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതായത് ബാക്കിൽ നിന്നും ഈ ബെൽറ്റൊക്കെ നല്ലതാണ്. ഇങ്ങനെ ഈ രീതിയിൽ നല്ല രീതിയിൽ കെട്ടി വെക്കാൻ പറ്റും. എത്ര നാളിത് കെട്ടണം എന്നുള്ളതാണ്. 45 ദിവസമെങ്കിലും വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എന്റെ വയറിനൊരു കൺട്രോളായി, എനിക്കിത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, എന്റെ ഇന്നർ വയർ എനിക്ക് ഓക്കെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ കെട്ടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഇനി പറയുന്നത് ഡയസ്റ്റേസിസ് റെക്റ്റൈ എന്ന് പറയുന്ന നമ്മുടെ ഈ 2 മസിലും നടുക്കൊരു ഫേഷ്യ വഴി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വയറ് വികസിക്കുമ്പോൾ ഈ ഒരു നടുവിലത്തെ ഭാഗം ചെറുതായി വികസിക്കുകയും അവിടെ ഒരു ഗ്യാപ്പ് വരികയും ചെയ്യും. ഇതൊരു നോർമൽ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഈ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണവും പ്രഗ്നൻസിയിൽ ഇത്രത്തോളം വയറ് വലുതാകുന്നതും കാരണം ധാരാളമായി ഏകദേശം ഒരു നിയർലി ഒരു 2 സെൻറ്റിമീറ്ററിന് മേളിലൊക്കെ ഇത് അകന്ന് മാറാറുണ്ട്. ഇതൊരു നോർമൽ പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. നോർമലി ഒരു 8 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് പഴയ പൊസിഷനിലേക്ക് തന്നെ എത്താറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, മിക്കവാറും പൊക്കിളിൻ്റെ ഭാഗം ഗ്രേറ്റർ ദാൻ ഒരു 20 മില്ലിമീറ്ററോളം വികസനം വന്നാൽ, 20 മില്ലിമീറ്ററോളം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ നമുക്കിതിനെ ഡയസ്റ്റേസിസ് റെക്റ്റൈ എന്ന് പറയാം. അത് പൊക്കിളിൻ്റെ ഭാഗത്തായിരിക്കാം കൂടുതൽ വരിക, അടിവയറിലും വരാം, കുറച്ച് മേളിലോട്ടും വരാം. നമ്മളിത് എപ്പോഴാണ് ഇത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ ഉയരുമ്പോൾ, പലപ്പോഴും എണീക്കാൻ വേണ്ടി ഉയരുമ്പോൾ ഇവിടെ ഒരു ഡോം ഷേപ്പിൽ ഒന്ന് പൊങ്ങി വരികയും നമുക്കിങ്ങനെ വയറ് കൊണ്ട് കുത്തിയാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡയസ്റ്റേസിസ് റെക്റ്റൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാഴ്ചയ്ക്കുള്ള ഒരു അഭംഗി മാത്രമല്ല, ലോ ബാക്ക് പെയിൻ ഉണ്ടാക്കും, പെൾവിക് ഗേർഡിൽ പെയിൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ കോർ മസിൽ മൊത്തം വീക്കാക്കും, നിങ്ങളുടെ പോസ്റ്റർ വയറുന്തി വല്ലാതെയാവും. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ടെപ്ലർ ടെക്നിക്കാണ്, TUPLER. യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത്. അപ്പോൾ ഇതിനകത്ത് റീപൊസിഷനിങ് ആണ് ഈ ടെക്നിക്കിൽ. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിക്കണം. ബെൽറ്റ് അപ്പോൾ ഉപയോഗിക്കുമ്പം താഴെ നിന്നും മേളിൽ നിന്നും കൃത്യമായി വലിയ ബെൽറ്റ് വേണം കവർ ചെയ്ത് വരുവാനായിട്ട്. ആ രീതിയിലാണ് ഇത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്ട്രെങ്തൻ ചെയ്യണം. നമുക്ക് ബലപ്പെടുത്തുന്ന ചില ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന ഈ സിറ്റപ്സ് ഉണ്ടല്ലോ, ക്രഞ്ചസ്, അബ്ഡോമിനൽ ക്രഞ്ചസ് ഒഴിവാക്കേണ്ടി വരും. കാരണം അപ്പോൾ അത് കൂടുതൽ ഡോമിങ് വരും. ഇപ്പോൾ ചെറിയ തോതിൽ ഞാനത് പറയാം, ഐസോമെട്രി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മസാജ് ചെയ്യണം. മസാജ് ചെയ്യുന്നത് ഈ 2 പൊസിഷനിൽ ഇങ്ങനെ ആയിരിക്കണം. ഒരു കാരണവശാലും ഇതിനെ അമർത്തിക്കൊണ്ട് വികസിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത്. ഇനി തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, മുക്കുമ്പോഴൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ അബ്ഡോമിനൽ പ്രഷർ വരാതെ നോക്കുക. അപ്പോൾ ഇതോടൊപ്പം ടെപ്ലർ ടെക്നിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഞങ്ങൾ അതിന് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അപ്പ് സപ്പോർട്ടിനുള്ള അഡ്വൈസസ് കൊടുക്കും. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് കൊടുക്കും. നേരത്തെ നമ്മൾ കാണിച്ചു തന്നിരുന്നു നമ്മുടെ ശ്രീവർദ്ധൻ സാറ് കിടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള ബ്രീത്തിങ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ കൺട്രാക്ഷൻസ് ടുഗദർ വിത്ത് ലോവർ അബ്ഡോമിനൽ മസിൽസ്. ഈ ലോവർ അബ്ഡോമിനൽ മസിൽസിൻ്റെയും കൺട്രാക്ഷൻ അവിടെ കൊടുക്കണം. പിന്നെ ഐസോമെട്രിക് കൺട്രാക്ഷൻ എന്ന് വെച്ചാൽ ബോഡി മൂവ്മെൻറ്റ് വരാതെ ആ മസിലിനെ ടൈറ്റാക്കുന്ന ടെക്നിക്കാണത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കുറച്ച് എക്സസൈസ് 1-2 എക്സസൈസ് കാണിച്ചു തരാം ഇങ്ങനെയുള്ളവർക്ക്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ 8 ആഴ്ച കഴിഞ്ഞിട്ടും ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ കൂടുതൽ ഗ്യാപ്പ് നമ്മുടെ വിരൽ വെച്ച് നോക്കണം. വിരൽ വെച്ച് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുക. അപ്പോൾ ഇവിടെ ലോവർ അബ്ഡോമിനൽ എക്സസൈസ് കുറച്ച് എണ്ണം കാണിക്കാം. അപ്പോൾ ഒന്ന് ഐസോമെട്രിക് എക്സസൈസാണ് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ നിന്നിട്ട് അപ്പ് ഹോളോയിങ്, നല്ലോണം നിന്നിട്ട് വയർ ഉള്ളിലേക്ക് അമർത്തി പിടിക്കുക. എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ആരുടെയെങ്കിലും സപ്പോർട്ടിൽ കൈ വെച്ചിട്ടും പതിയെ ഉള്ളിലേക്ക് അമർത്തി പിടിക്കുക. ഇനിയുള്ളത് നിങ്ങൾ കിടന്നിട്ട് വയർ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തി പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ഏകദേശം 5 സെക്കൻഡ്സ് കീപ്പ് ചെയ്യുക. ഐസോമെട്രിക് കൺട്രാക്ഷൻ ഇതാണ്. നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല. മൂവ്മെൻറ്റ് കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് കൺട്രാക്ട് ചെയ്ത് വെക്കുന്നു,
കൈ വയ്ക്കുന്നു, വീണ്ടും വയ്ക്കുന്നു, വിടുന്നു. ഇതൊരു 10 എണ്ണമൊക്കെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ഒരു 100 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ പതിയെ ഈ ഒരു രീതിയിൽ ഇവിടെ ഉയർത്തി കൊടുത്തുകൊണ്ട് ലോവർ അബ്ഡോമിനൽ എക്സസൈസ്, ഇവിടെ മാത്രം ഈ താഴത്തെ ഇവിടെ മാത്രം പൊങ്ങുന്ന ലോവർ അബ്ഡോമിനൽ എക്സസൈസ് കുറച്ച് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും എവിടെയെങ്കിലും പിടിച്ചിങ്ങനെ കിടന്നിട്ട് 1 2 3 ഇങ്ങനെ ചെയ്യുക. അതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കമിഴ്ന്ന് കിടന്നിട്ടാണ്. കമിഴ്ന്ന് ഇങ്ങനെ നിന്നിട്ട് തന്നെയും പെൽവിക് റോക്കിംഗ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ ലോവർ അബ്ഡോമിനൽ മസിൽസ് ടൈറ്റ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഉരുണ്ട തലയണയോ മറ്റോ കാല് വെച്ചിട്ട് കാലിങ്ങനെ മേളിലോട്ട് വലിക്കുക, വിടുക, വലിക്കുക, വിടുക, ഈ രീതിയിൽ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ വയറ് ടൈറ്റ് ആവുകയും അതേ സമയത്ത് വയറ് തള്ളുകയും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഡയസ്റ്റേസിസ് റെക്ടയ്ക്ക് നമുക്കൊരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.